പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വി മോഹൻദാസ് ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വി മോഹൻദാസ് ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ KGOFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത പെൻഷൻ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനകളാണ് ജോയിന്റ് കൗൺസിലും KGOF. അതിന്റെ ഏറ്റവും അവസാനം പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കാമെന്ന നിലയിലേക്ക് ഇടതു മുന്നണിയും എത്തിച്ചേർന്നിരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കും, അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൂടി വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചത് പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാൻ തുടങ്ങുവാൻ പോകുന്നു എന്നുള്ള നിലയിലാണ്. അത്തരമൊരു കുറഞ്ഞ പെൻഷനും കൂടിയ പെൻഷനും തമ്മിലുള്ള അന്തരം കുറച്ചു വേണം പുതിയ പരിഷ്കാരം നടപ്പിലാക്കേണ്ടത്. ഫെഡറൽ സംവിധാനം ദുർബലപ്പെടാതിരിക്കാൻ ബഡ്ജറ്റ് റെഗുലേറ്ററി അലോക്കേഷൻ ആക്ട് പാസാക്കണമെന്നും ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ് പോലെ അന്യായമായി ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം കൂടുതൽ തുക വകയിരുത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് വി മോഹൻദാസ് കൂട്ടിച്ചേർത്തു. ധർണയിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AR അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് P സുരേഷ്, WCC ജില്ലാ പ്രസിഡന്റ് AM ഷിറാസ്, KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KG പ്രദീപ്, S അനിൽകുമാർ, KGOF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ബിജു കൃഷ്ണരാജ്, സ്വാതി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിപിൻ ധർണയ്ക്ക് നന്ദി പറഞ്ഞു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, DPC CR സമ്പ്രദായം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.